അടുത്തൊരു മാസത്തിനുള്ളിൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുമായി രാഹുൽ ഗാന്ധി എത്തുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. ഹൈഡ്രജൻ ബോംബ് കൊണ്ട് അവസാനിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പ്ലൂട്ടോണിയം ബോംബ് പൊട്ടിക്കുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരുന്നു ജയറാം രമേശിന്റെ പ്രതികരണം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ വോട്ട് കൊള്ള തന്നെയാണ് പ്രധാന ചർച്ചയായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലും ആപ്പും വഴി ഇനി ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സൈൻ നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം. സ്വന്തം ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഇനി മുതൽ ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും തിരുത്തൽ വരുത്താനും കഴിയുകയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മോഷണം മുഴുവൻ നടന്ന ശേഷമാണ് നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ നടന്ന പ്രക്ഷോഭം അക്രമാസക്തമായതിനെ തുടർന്ന് 4 പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തു. ലേയിലെ BJP ഓഫീസും പ്രതിഷേധക്കാർ കത്തിച്ചു. പ്രദേശവാസികൾക്ക് ജോലിയിൽ ക്വാട്ട നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യമുന്നയിച്ചു. 2019 ലഡാക്ക് കേന്ദ്രഭരണത്തിന് കീഴിലാക്കിയത്. ലഡാക്ക് 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്ന് ലേ അപ്പെക്സ് ബോഡി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ച് സമാധാനത്തിനായി അഭ്യർത്ഥനയുമായി രംഗത്തെത്തി. BNSന്റെ സെക്ഷൻ 163 പ്രകാരം സ്ഥലത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ ടൈഫൂൺ റഗാസ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ ആഞ്ഞടിക്കുകയാണ്. ഫിലിപ്പീൻസ്, ബാംബുയാൻ ദ്വീപുകൾ, തായ്വാൻ, ചൈന, വിയറ്റ്നാം എന്നിവിടങ്ങളിലെല്ലാം ചുഴലിക്കാറ്റിനെ തുടർന്ന് വലിയ നാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തായ്വാനിൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിൽ 14 പേരാണ് മരിച്ചത്. 124 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് വിവരം. തായ്വാനിലെ ഹുവാലിയൻ പ്രദേശത്തെ തടാകങ്ങൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് നഗരത്തിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തി. റഗാസ ചുഴലിക്കാറ്റിനെ തുടർന്ന് തിങ്കളാഴ്ച മുതൽ തായ്വാനിൽ കനത്ത മഴയായിരുന്നു. ഹോങ്കോങ്ങിലെ ഏഷ്യൻ സാമ്പത്തിക കേന്ദ്രത്തിന്റെ തീരപ്രദേശങ്ങളിലും കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചു. ഇതോടെ ഹോങ്കോങ്ങിലെ റോഡുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. യുക്രൈനെതിരായ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണെന്ന വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ വിയോജിപ്പുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഇന്ത്യ മിക്കപ്പോഴും യുക്രൈന്റെ പക്ഷത്താണെന്നും അതേസമയം ഊർജ്ജ രംഗത്ത് ചില വെല്ലുവിളികൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിൽ തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും സെലൻസ്കി വ്യക്തമാക്കി. യുക്രൈന് എതിരായ യുദ്ധത്തിന് ഇന്ത്യയും ചൈനയുമാണ് റഷ്യയ്ക്ക് പ്രധാനമായും പണം നൽകുന്നത് എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. Whether you help peace or continue trading with Russia and helping Russia to fund this war, it depends on you. Whether prisoners of war will be freed, whether abducted children will come home, whether hostages will be free, it depends on you. What will define existence, war like now or our joint strong actions as it should be? ഗാസ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ തള്ളി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഗാസയിൽ സമാധാനം പുലരണമെങ്കിൽ അമേരിക്ക ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്നാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് ഹമാസിന് അംഗീകാരം നൽകുന്ന നടപടിയാണെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ എത്തിക്കുന്നതാണ് സമാധാനത്തിന്റെ വഴിയെന്നുമായിരുന്നു ട്രംപ് UN-ൽ പ്രസംഗിച്ചത്. ഫ്രാൻസും UK-യും അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി ദിവസങ്ങൾ മുമ്പാണ് പ്രഖ്യാപിച്ചത്. കാർ കൊള്ളയിൽ പിടിമുറുക്കി കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ദുൽഖർ സൽമാന്റെ കാറുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കൂടുതൽ അന്വേഷണത്തിന് തയ്യാറാവുകയാണ്. സംശയനിഴലായ നിസാൻ പെട്രോൾ Y60, Y61 എന്നീ 2 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടാനും തീരുമാനമുണ്ട്. നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്ത കസ്റ്റംസ് 6 വാഹനങ്ങളുടെ വിവരങ്ങൾ തേടി. ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ കസ്റ്റംസിന് പുറമെ EDയും GST വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്.
ഭൂട്ടാൻ കാർ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് അവരുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, വാഹനങ്ങളുടെ രേഖകളടക്കം ശേഖരിച്ചിരുന്നു. ചിലർ അവരോട് ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. അത്തരം രേഖകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിൻ്റെയും വസതിയിലടക്കം പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇതിൽ ദുൽഖർ സൽമാന്റെ 2 കാറുകൾ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം കസ്റ്റംസ് തേടിയിട്ടുണ്ട്. 2 നിസാൻ പെട്രോൾ സീരീസിൽ പെടുന്ന 2 കാറുകളിലാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാർ നിലവിൽ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് കസ്റ്റംസിനോ മറ്റോ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അമിത് ചക്കാലക്കലിൻ്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ 1 കാർ മാത്രമാണ് തൻ്റേതുള്ളത്, മറ്റുള്ളത് ഗ്യാരേജിൽ നിന്നുള്ളതാണെന്നാണ് അമിത് ചക്കാലക്കൽ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ രേഖകൾ തൻ്റെ പക്കലുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മറ്റു വകുപ്പുകൾ കൂടി പ്രത്യേകം ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. പ്രധാനമായും അത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ അന്വേഷണം GSTയും നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിവരുന്ന അന്വേഷണങ്ങൾ 10 ദിവസത്തിനകം ഈ ഉടമകളോട് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞായിരിക്കും മറ്റ് നടപടികളിലേക്കടക്കം നീങ്ങുകയും ചെയ്യുന്നത്. ഈ സമയങ്ങളിൽ കൂടുതലും ഈ രേഖകൾ, എന്ത് രേഖകളാണ് നൽകിയിട്ടുള്ളത്, അതിൻ്റേതായ ഒരു പരിശോധനകളാണ് ഇപ്പോൾ കസ്റ്റംസ് നടത്തി വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇനി